അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം. അവനത് നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. ജോബ് പുസ്തകത്തിനുള്ള വായന 20-ാം അധ്യായം 12-14 തിരുവചനങ്ങളാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി പെട്ടിക്കടക്കാരും മദ്യഷാപ്പുകാരും മയക്കുമരുന്ന് മാഫിയകളുമെല്ലാം ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾ നാടിൻ്റെ സമ്പത്തായ ഒരു തലമുറയെയാണ് നശിപ്പിക്കുന്നത്. അവരത് മനസ്സിലാക്കുന്നേയില്ല. മനസ്സിലാക്കിയാൽ തന്നെ അത്യാഗ്രഹം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല. ഒരു കുട്ടിയും താൻ ഇതിന് അടിമയാകണം എന്നോർത്തല്ല കഴിച്ചു തുടങ്ങുന്നത്. പക്ഷേ അറിയാതെ അടിമയായി കഴിയുമ്പോൾ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞാലും അവർക്ക് പിന്തിരിയാനാവാതെ വരുന്നു. അതിനാൽ എത്രയും നേരത്തെ കുട്ടികൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. മറ്റുള്ളവരെ ഇതിൽ വീഴാതിരിക്കാൻ സഹായിക്കേണ്ടത് യേശുവിൻ്റെ മക്കളായ നമ്മുടെ കടമയാണ്. പ്രലോഭനങ്ങളിൽ പെടാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. വിവേകികളാകുക. പ്രലോഭനത്തിന് ഒരിക്കലും അടിമയാകാതിരിക്കാനും അതിലകപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് തിന്മയിൽ നിന്ന് വിടുവിക്കാനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വചനവായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.